ചോദ്യങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ ചില അവകാശവാദങ്ങൾക്ക് കൂടി മറുപടി നൽകണം എന്ന് പറഞ്ഞ് എറണാകുളം അതിരൂപതയിലെ ആളുകൾ എന്നെ സമീപിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ. ഒന്ന്, ഒരു അവകാശവാദം. ജനാഭിമുഖ കുർബാന എറണാകുളം അതിരൂപതയുടെ പൈതൃകമാണ്. എൻ്റെ ചോദ്യം, അതിനുള്ള മറുപടി ആണോ? എന്നു മുതൽ? 1964 മുതൽ. അതിനു മുമ്പ് എറണാകുളം അതിരൂപത ഇല്ലായിരുന്നോ? അതിനു മുമ്പ് അവർക്ക് കുർബാന ഇല്ലായിരുന്നോ? അതിനു മുമ്പ് അവർക്കൊരു പൈതൃകം ഇല്ലായിരുന്നോ? ആദ്യ നൂറ്റാണ്ട് മുതൽ 1964 വരെയുള്ള പൈതൃകത്തെ റദ്ദ് ചെയ്തിട്ടാണോ 1964 മുതലുള്ള പൈതൃകത്തിന് വേണ്ടിയുള്ള അവകാശവാദം? 2, ജനാഭിമുഖ കുർബാന നമ്മുടെ സംസ്കാരമാണ്. രണ്ടാം വത്തിക്കൻ കൗൺസിൽ തന്ന തുറവിയുടെ സംസ്കാരം. രണ്ടാം വത്തിക്കൻ സുനോദോസ് ജനാഭിമുഖ കുർബാന എന്ന വാക്ക് ഉപയോഗിക്കുകയോ അക്കാര്യം ചർച്ച ചെയ്യുകയോ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ആ വിഷയം ചർച്ച ചെയ്തിട്ട് പോലുമില്ല. രണ്ടാം വത്തിക്കൻ കൗൺസില് സജീവ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരിക്കലും ജനാഭിമുഖ കുർബാനയാണെന്ന് പറഞ്ഞിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ അത് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണെന്ന് ഞാൻ ധാരാളം വീഡിയോസ് പറഞ്ഞു കഴിഞ്ഞു, ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് രണ്ടാം വത്തിക്കൻ സുനോദോസ് നമുക്ക് നൽകിയ തുറവിയുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല ജനാഭിമുഖ കുർബാന. 3, കാലഹരണപ്പെട്ട കൽദായവൽക്കരണത്തിന്റെ കുർബാനയാണ് സിനഡൽ കുർബാന. ഇപ്പൊ മെത്രാമാർ അംഗീകരിച്ച സിനഡൽ ഫോം കുർബാന കാലഹരണപ്പെട്ട കൽദായവൽക്കരണത്തിന്റെ കുർബാനയാണ്. തിരിച്ചൊരു ചോദ്യം, കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതയുടെ കയ്യിലുണ്ടോ? കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതയുടെ കയ്യിലുണ്ടോ? ഈ കൽദായ കുർബാനയാണല്ലോ ഈ സീറോ മലബാർ സഭയിലെ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിലുള്ള കുർബാന. അത് ജനാഭിമുഖമായി നിന്നാൽ അതിന്റെ കൽദായ അംശം നഷ്ടപ്പെടുമോ? ഈ കാലഹരണപ്പെട്ട കൽദായവൽക്കരണം നഷ്ടപ്പെടുമോ? ജനാഭിമുഖമായി അതേ കൽദായ ഉത്ഭവമുള്ള കുർബാന. ഞാൻ ആവർത്തിക്കുന്നു, കൽദായമല്ലാത്ത ഒരു കുർബാന എറണാകുളം രൂപതയുടെ കയ്യിലുണ്ടോ?